ഹേ ഗായ്സ്, ഇന്ന് ഞാൻ തോമസിന് കൂടി ഹൈലൈറ്റ് മാളിൽ വന്നേക്കാം. എന്തിനാണെന്നറിയാം, നമ്മുടെ സ്വന്തം ടൊവിനോ ഇന്ന് ഐഡന്റിറ്റി മൂവിയുടെ പ്രൊമോഷന് വേണ്ടി ഹൈലൈറ്റ് മാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നതാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ വന്നതല്ല, ഞാൻ ഫ്ലാസ്ക് മേടിച്ച് നടന്നേ ലുലുന്ന്, അത് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ നമ്മുടെ ടൊവിനോ വരുന്നെന്ന് നമ്മൾ വിടുമോ? പിന്നെ കാണാൻ പറ്റിയ സുലഭ നിമിഷമല്ലേ, നമ്മളത് വെറുതെ വിടാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ തോമസിനോട് വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് പുള്ളിക്കാരൻ വന്നു. ആദ്യം പോർഷ വന്നിട്ടോ, ഞങ്ങൾ വിചാരിച്ച അതിലാന്ന്. പക്ഷെ ആള് റേഞ്ചർ ഓർലാണ് വന്നു. അന്ന് പക്ഷേ ആള് വണ്ടി വീറുന്ന് കൈ കാണിച്ചിട്ട് പോയേ. പുള്ളിക്കാരൻ എന്നെ കണ്ടില്ലെന്നുണ്ട്, അല്ലേ കാണാറുന്ന് സാല. പിന്നെ നോക്കാം, ഭയങ്കര റഷ് ആണെന്നുണ്ടോ സത്യം പറഞ്ഞ ആളെ കാണാൻ വേണ്ടിട്ട്. നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടിയിട്ടാ, എനിക്കത് ഇഷ്ടമായി. അവർക്കത് ഇഷ്ടമായതുകൊണ്ട് അവരത് കേട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു ഡവ് കയറി വന്നു. ഇതാരാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ നമ്മളുടെ സിമ്പിൾ മനുഷ്യനാടാ, സിമ്പിളായിട്ട് കയറി സിമ്പിളായിട്ട് പോയി നിന്നു. പുള്ളിയുടെ പേര് വിനയ് ആയതുകൊണ്ടൊന്നും അറിയില്ല, അതിനേക്കാൾ വിനയായിരുന്നു ആൾക്ക്. സിനിമയിൽ ലുക്കാണ്, പക്ഷെ നേരിട്ട് അതിനാണ് ലുക്കാണ്. ഇതാണ് സ്റ്റേജ് നൈസായിട്ട് വലിയാണ് സീനായിട്ട്. ഇനി ഒരു 4 വട്ടിയിൽ ആൾ കയറി ഇറങ്ങിണ്ടാവും ആ സ്റ്റേജ്. എന്താല്ലേ. എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ വന്നിട്ട് ഞാൻ വെറുതെ അച്ചടി ഭാഷ, എന്ത് അച്ചടി ഭാഷ. നമുക്ക് തൃശ്ശൂര് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നമ്മൾ എറണാകുളത്ത് പരിപാടികൾ നടക്കും, തിരുവനന്തപുരത്ത് നടക്കും, അതല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്ത് കേരളത്തിന് പുറത്തും പലയിടത്തൊക്കെ പോയിട്ട് നമ്മൾ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ. പക്ഷെ ആദ്യമായിട്ടാണ് തൃശ്ശൂർ ഇങ്ങനത്തെ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവർക്കും വീട്ടിൽ നല്ല സുഖമായിട്ട് ഇരിക്കാവുന്ന ദിവസമാണ്. ആ ദിവസം നമ്മളിങ്ങനെ ഒരു പരിപാടി വയ്ക്കുന്ന സമയത്ത് ആൾക്കാർ വരുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ വരികയും ഇത്ര നേരം വെയിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി സിനിമ ജാനുവരി 2-ാം തീയതി റിലീസാണ്. അഖിലും അനസുമാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഞാനും വിനയ് സാറും തൃഷ മാമും ഒക്കെയാണ് ആ സിനിമയിൽ ഉണ്ട്. പിന്നെയും കുറേ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. മേജർ സാർ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനേക്കാളും കൂടുതൽ നമ്മളൊരു ഗുരുസ്ഥാനീയനായിട്ട് കാണുന്ന ആളാണ്. അപ്പോൾ സിനിമ 2-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ സൂപ്പർ കോൺഫിഡൻ്റ് ആണ് പടത്തിനെ പറ്റി. അത് കാരണം കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് ഏകദേശം ഉറപ്പുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് സിനിമ നല്ലതാണെങ്കിൽ 4 പേരോട് പറയണം, അല്ലേ? പറയില്ലേ? നല്ലതാണെങ്കിൽ 4 പേരോട് പറയണം. അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. പുള്ളിയുടെ ടോക്കിലുണ്ട് പടം ഹിറ്റാന്ന്. ഇനി ഇതോട് കേക്ക്. ഇല്ലാത്തതുകൊണ്ട് തൃശ്ശൂർ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. തൃശ്ശൂർ എനിക്കൊരു ഫ്രണ്ടല്ല, ആക്ച്വലി 2 സുഹൃത്തുക്കളുണ്ട്. ടോവിയും ഞാൻ സിനിമ വരുന്നതിന് മുൻപ് എൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് പഠിച്ച ഡാനോയും. അപ്പം ഡാനോയുടെ കൂടെ അന്ന് കഥയൊക്കെ ആലോചിച്ച് ഇരിക്കുന്ന സമയത്ത് വടക്കുന്നതിനൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ ആലോചിക്കാറുണ്ടായിരുന്നു എന്നാണ് പടം നടക്കുക എന്നൊക്കെ. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു സിനിമയുടെ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് തൃശ്ശൂർ വരാൻ വേണ്ടി പറ്റിയത്. അത് എനിക്ക് ഭയങ്കര, പ്രത്യേകിച്ച് ഐഡന്റിറ്റിയുടെ ഒരു പ്രീ റിലീസ് ഇവന്റ് ഇവിടെ തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഞങ്ങളുടെ ഈ ഒരു ഇവന്റിലേക്ക് നിങ്ങളെല്ലാം വന്നു എന്നുള്ള ഒരുപാട് സന്തോഷം. ഈ പടത്തിന്റെ ടീസറും ട്രെയിലറും കാണുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന എക്സ്പെക്ടേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ തന്ന പ്രോമിസ് എന്താണോ അത് ജനുവരി 2-ാം തീയതി തിയേറ്ററിൽ വരുന്ന സമയത്ത് ഞങ്ങൾ ഉറപ്പായും ഡെലിവറി ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ന്യൂ ഇയർ കഴിഞ്ഞ് പിറ്റേ ദിവസം തിയേറ്ററിലേക്ക് ഇതിൻ്റെ റൈറ്റർ ഡയറക്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ കൂടെ പേരും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ തിയേറ്ററിൽ വരിക, ഐഡന്റിറ്റി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ആള് ഭയങ്കര കോൺഫിഡന്റ് ആട്ടാ, അതാളുടെ ടോക്കിലുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ ടോവിനോന് പടം വരച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ആരും വരച്ചാൽ അറിയില്ല, പക്ഷെ അത് അടിപൊളി. 3-ാമത്തെ പ്രാവശ്യം ആൾ കയറി വരണാട്ടോ. ആൾക്ക് ദേഷ്യം വരുന്നെങ്കിൽ ആൾ ചിരിച്ചിരിക്കണം. സംഭവം തൃശ്ശൂർ പടത്തിന് പ്രൊമോഷൻ പരിപാടി കുറവാണ്. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ഈ ഹൈലൈറ്റ് മാളിൽ സെറ്റ് ചെയ്ത് ഈ ചേട്ടന് ഒരു അവാർഡ് കൊടുത്ത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇനി ഇങ്ങനത്തെ ഓരോ പരിപാടികൾ തൃശ്ശൂർ നടന്ന നല്ല കാര്യമായിരിക്കണ്ട. ഈ ചേച്ചിക്ക് ഇത് തന്നെയായിരുന്നൊരു പരിപാടി. പാവം അവിടെ നിന്ന് ഇറങ്ങാ കയറാ പുള്ളിക്കാരൻ. പക്ഷെ അതൊന്നും മൈൻഡ് ആക്കാതെ സിമ്പിളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല ക്രൗഡൊക്കെ വന്നിട്ട് നിങ്ങളോട് കുറച്ചുകൂടെ സംസാരിക്കണം, നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് 2 പരിപാടിയും കൂടെ പിടിച്ചിട്ടുണ്ട്. ഒന്ന് കോട്ടയത്താണ് പിടിച്ചിരുന്നത്, പക്ഷെ അവിടെ ചിലപ്പോൾ ക്രൗഡ് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ള കാരണം കൊണ്ട് അത് മാറ്റി എറണാകുളം ലുലു മോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ കോട്ടയത്ത് ലുലു മോളിൽ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ബേസിൽ വെറുതെ ഷോപ്പിങ്ങിന് പോയപ്പോൾ തന്നെ അവിടെ ഇച്ചിരി ക്രൗഡ് കൂടുതലായിട്ട് പ്രശ്നങ്ങളുണ്ടായെന്ന് പറയുന്നതായിരുന്നു. അത് കാരണം കൊണ്ട് നമുക്കത് എറണാകുളത്തേക്ക് മാറ്റേണ്ടി വന്നു. ഇനി എറണാകുളം കഴിഞ്ഞിട്ട് വൈകുന്നേരം 5:30 മുമ്പ് നമുക്ക് തിരുവനന്തപുരത്ത് കൂടെ എത്തേണ്ട ഒരു കാര്യമുണ്ട്. അത് കാരണം കൊണ്ടാണ് നേരത്തെ പോകുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരു ഗംഭീര ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. ന്യൂ ഇയറൊക്കെ ആഘോഷിക്കുക, അടിച്ചു പൊളിക്കുക, എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ പടം 2-ാം തീയതി നിങ്ങൾക്ക് വേണ്ടി റെഡിയായി ഇരിപ്പുണ്ടാവും. തിയേറ്ററിൽ പോയി അതും കൂടെ കണ്ട് ഒരു ഐഡന്റിറ്റിയുടെ നോട്ടിൽ ഈ ന്യൂ ഇയർ നിങ്ങൾ ആരംഭിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്.
ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വന്നപ്പോ ഞങ്ങളെ വിഷ് ചെയ്തില്ല, അതിന്റെ വിഷമത്തിലാണ് ഞങ്ങള്. പക്ഷെ പോകുമ്പോൾ വിഷ് ചെയ്തിട്ടാ. തോംസൺ ഇത് എന്താന്ന് വെച്ചിട്ട് 100 അടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അറിയാത്തൊരു 90s കിട്ടുണ്ടാവില്ല, കാരണം ഇങ്ങനെ ഒരു പാട്ടുണ്ട് ജൂൺ പൊന്നാലെന്നോണ്ട്. എന്നിട്ട് മനസ്സിലാത്തൊരു സ്കെറി ഡോക്ടർ ഉണ്ടാവില്ല. ഇങ്ങനെ അതിൽ തീയാണ് സംഭവം. ടോവിനെ എത്ര അടുത്ത് ആദ്യമായിട്ടാ. എന്തായാലും ഫ്ലാസ്ക് മാറ്റാൻ വന്നത് നന്നായി, അതുകൊണ്ട് ടോവിനെ കാണാൻ പറ്റി. എനിക്ക് തോംസൺ വീഡിയോ എടുത്തിട്ട് മതിയാവില്ല. അങ്ങനെ അവിടെ തങ്കം കഴിഞ്ഞ ആളവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ തോംസൺ എന്തായാലും ഐഡന്റിറ്റിക്ക് പോകാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഓക്കെ ബൈ.